Hey all, welcome back. ഇന്നത്തെ എൻ്റെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി യമ്മി പാൻകേക്കാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സിമ്പിളായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നൊരു റെസിപ്പിയാണ് പാൻകേക്കിൻ്റെത്. എനിക്ക് ഉറപ്പുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന്. ഇഷ്ടപ്പെട്ടതിനാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. നല്ലൊരു ഫ്ലേവറാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിസ്കോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിട്ട പഞ്ചസാര ഒന്ന് മെൽട്ടാകുന്നവരെ ഒന്ന് മിക്സ് ആക്കണേ. ഞാൻ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര മെൽറ്റാകുന്നവരെ. ചില പഞ്ചസാര നല്ല നൈസായിരിക്കും, നല്ല തരിതരി ചെറിയ ചെറിയ തരിതരികളുള്ളത്. ചിലത് കുറച്ച് വലുതായിരിക്കും. എൻ്റേത് കുറച്ച് വലുതാണ്, അതുകൊണ്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൈദ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചേർക്കണമായിരുന്നു, മൈദ ചേർത്തപ്പോൾ തന്നെ ഞാനത് വിട്ടുപോയതാണ്. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ മതി. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെയായിരിക്കും കേട്ടോ ലാസ്റ്റ് കൺസിസ്റ്റൻസി വേണ്ടത്. കുറച്ച് ലൂസായിട്ട് വരും ഓയിലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ പാൻകേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ബാറ്റർ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇത് ബാറ്റർ പരത്തരുത് കേട്ടോ, പരത്താതെ തന്നെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്, ബാറ്റർ കുറച്ച് തിക്കായതുകൊണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ പാൻകേക്ക് കുക്കായിട്ട് വരും. അപ്പോൾ ഇതൊരു സ്പാച്ചുല വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള പാൻകേക്കും കൂടെ ചുട്ടെടുക്കാം. കുറച്ചും കൂടെ തിക്നെസ്സിൽ വേണമെങ്കിൽ ഒട്ടും പരത്തണ്ട. ഞാൻ അത്ര തിക്ക് വേണ്ടാത്തതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ബാറ്റർ ആക്കുമ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഞാനൊരു 5 പാൻകേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മിനി പാൻകേക്കും. ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിംഗ് ചെയ്യാം കേട്ടോ. സ്ട്രോബെറി, ന്യൂട്രലൊക്കെ വെച്ചിട്ട് അതൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഹണിയും പഴമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇതൊന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് നമ്മൾ പാൻ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പാൻ കേക്കിൻ്റെ മേലെ പഴമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേലേക്ക് പാൻ കേക്കിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഹണിയൊക്കെ ചേർത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും. ഹണി അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഡേറ്റ് സിറപ്പോ നമ്മൾ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയായാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സീ യു ഓൾ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.